नमस्कार दोस्तों, आज के हिंदी कक्षा में आप सबका हार्दिक स्वागत। आप सब कैसे हैं? ठीक है ना जी। हम पिछले कक्षा में क्या क्या पढ़ा था? जी ज़रूर, हम कहानी, उपन्यास, फिर व्याकरण, हिंदी साहित्य के इतिहास का काल विभाजन, फिर महात्मा कबीर दास और उनकी विशेषताएं, उनकी दोहों के बारे में भी हमने चर्चा की थी, है ना जी ज़रूर। अब हम आज एक नई कहानी പഠിക്കേंगे। ഒരു പുതിയ കഥയായിരുന്നു പഠിക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ കഥയും കവിതയും വ്യാകരണവും പിന്നെന്താ നമ്മുടെ ഹിന്ദി സാഹിത്യത്തിൻ്റെ കാൽ വിഭാജനും കബീർദാസിനെ കുറിച്ചും കബീർദാസിൻ്റെ ദോഹകളെക്കുറിച്ചും അതിൻ്റെ മഹത്വത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിച്ചു ഇല്ലേ जी। इन्हें नमुक भीष्म साहनी नामक एक चर्चित साहित्यकार की कहानी पढ़ेंगे, है ना। भीष्म साहनी हिंदी साहित्य क्षेत्र के एक चर्चित साहित्यकार, लोकप्रिय साहित्यकार है। ആധുനിക ഹിന്ദി സാഹിത്യം പരിശോധിച്ചു കഴിഞ്ഞാൽ എന്തായാലും പരാമർശിക്കപ്പെടുന്ന ഒരു പേരാണ് ഭീഷ്മ സാഹ്നി. തമസ്, ഛരോക്കെ, बसंती, आलमगीर, रंग दे बसंती चोला आदि चर्चित कई साहित्य रचनाएं आपने की हैं. ഒരുപാട് ഉപന്യാസമായാലും കഥയായാലും നാടകമായാലും അദ്ദേഹം വളരെ മികച്ച സൃഷ്ടികൾക്ക് ഉടമയാണ്. हिंदी साहित्य क्षेत्र में आपकी संभावनाएं, आपकी रचनाएं इतना महत्वपूर्ण है कि कई छात्र छात्राएं अब शोध ग्रंथों में भी आपकी रचनाओं का उल्लेख किया है. और ഒരുപാട് ഫേമസ് ആയെന്ന് വെച്ചാൽ ഇപ്പോൾ പുതിയ കുട്ടികൾ, പുതിയ വിദ്യാർത്ഥികൾ അവരുടെ ഗവേഷണ പ്രബന്ധങ്ങളിലും ഒക്കെയും നമ്മുടെ ഭീഷ്മ സാഹ്നിയുടെ രചനകൾ പരാമർശിച്ചിട്ടുണ്ട്, അതിനെ പഠന വിധേയമാക്കിയിട്ടുണ്ട്. आज हम जिस कहानी के बारे में हम चर्चा कर रहे हैं, कहानी का नाम है चीफ की दावत. कहानी का नाम बच्चों एक बार फिर, चीफ की दावत. कहानीकार का नाम क्या है? जी ज़रूर, भीष्म साहनी. चीफ की दावत, चीफ शब्द सुनकर ही आप पहचान लिया होगा, है ना. चीफ माने एक अंग्रेजी शब्द है. चीफ का मतलब क्या है? ചീഫ് എന്ന് പറഞ്ഞാൽ ഒരു മുഖ്യൻ, ഒരു ഓഫീസർ. നമ്മളിപ്പോൾ ഏതെങ്കിലും ചീഫ് ഗസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ. ചീഫ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു ഓഫീസിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനെയാണ് ചീഫ് എന്ന് പറയാറ്, ഉയർന്ന അധികാരിയാണ് പറയുക. ദാവത്ത് മാനെ ഡിന്നർ, അതെ അത്താഴം. അപ്പോൾ ചീഫ് കി ദാവത്ത് പഹചാൻ ലിയാ ഹൈ നാ? അതെ, നമ്മുടെ ഏറ്റവും ഒരു പ്രമുഖനായ ഏറ്റവും മുഖ്യ ഓഫീസർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അത്താഴ വിരുന്ന്. यही कहानी का नाम है चीफ की दावत. कहानी का पात्र है क्या? कहानी में माँ, बेटे, बहू और चीफ चार पात्र हैं. ഈ 4 കഥാപാത്രങ്ങളാണുള്ളത്. പിന്നെ കുറച്ച് ഗസ്റ്റുകളുടെ പേരും ഒക്കെ പരാമർശിക്കുന്നുണ്ട്. പിന്നെ चीफ की दावतिലോട്ട് പോവാം. इसमें प्रमुख पात्र है माँ और बेटे, फिर उसके बीच का वार्तालाप और माँ, बेटे और बहू के बीच के वार्तालाप, फिर माँ, बेटे और चीफ के बीच का वार्तालाप. इन सब से कहानी आगे बढ़ती है. എങ്ങനെയാ? അമ്മയും മകനും തമ്മിലുള്ള സംഭാഷണം, പിന്നെയുണ്ട് മകനും മരുമകളും, ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള സംഭാഷണമുണ്ട്. പിന്നെയോ മകനും ചീഫും തമ്മിലുള്ള സംസാരമുണ്ട്. പിന്നെ അമ്മയും മകനും ചീഫും തമ്മിലുള്ള ഒരു സംഭാഷണം. ഇതിലൂടെയാണ് കഥാഗതി മുന്നോട്ട് പോകുന്നത്. श्यामनाथ, श्यामनाथ है बेटे का नाम. श्यामनाथ पढ़ा लिखा है और एक अच्छी नौकरी पाकर स्वस्थ एवं एक शानदार जिंदगी बिता रहा है. എന്നാൽ എന്താ, നല്ലോണം പഠിച്ച് മിടുക്കനായി നല്ലൊരു ജോലിയൊക്കെ വാങ്ങി നന്നായിട്ട് ജീവിക്കുന്ന ആളാണ്. श्यामनाथ की माँ वो गाँव वाली हैं.
शहरी सभ्यता के बारे में वे अनजान हैं और आज के आधुनिक समाज के नहीं तो नई पीढ़ी की दुनिया के बारे में वे अनजान हैं। और पुराने ज़माने का है अपने गांव के बारे में नहीं तो गांव की ज़िंदगी के बारे में जानते हैं। और एक सीधी साधी औरत घर परिवार संभाल कर अपने बच्चों पति और बच्चों के देखभाल करने वाले एक सीधी सादी औरत, वो शिक्षित नहीं है। फिर എന്താ പറയുക, നമ്മുടെ നാട്ടിൻ പട്ടണങ്ങളിലെ അല്ലെങ്കിൽ ഈ ഭയങ്കര വിദ്യാഭ്യാസമുണ്ട് എന്ന് ധരിക്കുന്ന ആ ഒരു പൊങ്ങച്ച സംസ്കാരത്തെക്കുറിച്ചൊന്നും അറിയാത്ത ഒരു പാവം പിടിച്ച അമ്മ, നാട്ടിൻ പുറത്തുകാരിയാണ്, അധികം പഠിച്ചിട്ടും ഒന്നുമില്ല. ഇപ്പോഴത്തെ പുതിയ തലമുറ, എപ്പോഴും നമ്മളെപ്പോഴും പുതിയ തലമുറ പറയുമല്ലോ അല്ലേ, പണ്ട് ഇപ്പോഴും എന്താ പറയുക, ഇപ്പം നിങ്ങളുടെ അമ്മയുടെയൊക്കെ കാലത്ത് എന്താ പറയും, അമ്മയും അച്ഛൻ എന്താ പറയുക, ഞങ്ങളുടെ തലമുറ, നിങ്ങളുടേത് പുതിയ തലമുറ എന്ന് പറയും, നിങ്ങളുടെ ജനറേഷന്. അപ്പോൾ ഓരോ കാലത്തും കൊണ്ട് കുറച്ച് വർഷങ്ങളുടെ മുൻപിലും പിൻപിലും ആണെങ്കിലും പുരാന ജമാന ഓർ നൈ ജമാന, പഴയ യുഗവും പുതിയ യുഗം എന്നുള്ളൊരു വേർതിരിവ് എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ആ അമ്മ പഴയ കാലത്തിലെ അമ്മയാണ്, നാട്ടിൻ പുറത്തുകാരിയാണ്. അപ്പോൾ പട്ടണത്തിൻ്റെ അങ്ങനെയായ എന്താ പറയുക എടുത്ത് കാട്ടലുകളും ഒന്നും അമ്മയ്ക്ക് അറിയില്ല. लेकिन श्यामनाथ पढ़ा लिखा है, शहर में अच्छे नौकरी करते हैं और शहरी जीवन नहीं तो शहरीली सभ्यता पर ज़्यादा आकृष्ट है. श्यामनाथ की पत्नी माने उस बहू भी उस तरह की है. क्यों? उनके ज़माना कुछ अलग है, उनकी जीवन रीति, उनकी सोच विचार और तौर तरीके सब अलग है. अब श्यामनाथ चीफ को दावत देने के लिए इसीलिए बुलाए गए हैं कि उनकी नौकरी में तरक्की पाना है. तरक्की माने പ്രൊമോഷൻ, ജോലിയിൽ ഉയർച്ച. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഏതെങ്കിലും ഒരു നമ്മുടെ ഓഫീസറുടെ മേലധികാരിയൊക്കെ വിളിച്ച് നല്ല ഡിന്നറും ഒക്കെ കൊടുത്ത് അദ്ദേഹത്തിന് ഒന്ന് സോപ്പിട്ടാൽ നമുക്ക് ജോലിയിൽ പ്രൊമോഷൻ കിട്ടുമോ എന്ന്. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയില്ല. എന്താ പറയുക, അങ്ങനെ ഒരു സോപ്പിടലിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ജോലിയിൽ നമ്മൾ ഇപ്പം പ്രൈവറ്റ് സെക്ടർ ആണെങ്കിൽ, സർക്കാർ ഇതര സ്ഥാപനങ്ങളാണെങ്കിൽ എന്താ ചെയ്യുക, നമ്മുടെ എബിലിറ്റി എഫിഷ്യൻസി നോക്കിയിട്ടാണ് നമുക്ക് പ്രൊമോഷൻ കിട്ടുക. അവിടെ അങ്ങനെ പ്രായത്തിന് വലിയ സ്ഥാനമില്ല. നമ്മുടെ ഏത് പോസ്റ്റിലാണോ ഇരിക്കുന്നത്, ഏത് ചെയറിലാണോ ഇരിക്കുന്നത്, അവിടെ ജോലി വളരെ ക്ലീനായിട്ട്, വളരെ സിസ്റ്റമാറ്റിക്കായിട്ട്, വളരെ നന്നായിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് പ്രൊമോഷന് സാധ്യതയുണ്ട്. സർക്കാർ സ്ഥാപനങ്ങളിലാണെങ്കിൽ അതിൻ്റേതായ കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്, അതനുസരിച്ചാണ് പ്രൊമോഷൻ. അല്ലാതെ ഇപ്പോൾ ആരെങ്കിലും വിളിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും കൈമണിയൊക്കെ കൊടുത്തിട്ട് പ്രൊമോഷൻ നേടാനുള്ള സാധ്യത ഇപ്പോഴില്ല. ഇപ്പോൾ കൂട്ടുകാരിപ്പോൾ ചെറിയ കുട്ടികളാണ്, അപ്പോൾ ജോലിക്ക് ഇടുന്നു. അപ്പോൾ ഇപ്പം നിങ്ങളുടെ മനസ്സിൽ എന്താ ഒരു ചിന്ത വരിക, അപ്പോൾ ഞാൻ ഏതെങ്കിലും സ്ഥാപനത്തിൽ ചെറിയൊരു ജോലിക്ക് കയറിയാൽ അവിടുത്തെ മേലധികാരിയെ ഒന്ന് സോപ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രൊമോഷൻ കിട്ടുമായിരിക്കും. അങ്ങനെയില്ല. സർക്കാർ സ്ഥാപനങ്ങളും സർക്കാർ ഇതര സ്ഥാപനങ്ങളിലും പ്രൊമോഷന്, സ്ഥാനക്കയറ്റത്തിന്, ഉദ്യോഗക്കയറ്റത്തിന് അതിൻ്റേതായ മാനദണ്ഡങ്ങളുണ്ട്, അതനുസരിച്ചേ കിട്ടുള്ളൂ. ഇപ്പം ഇത് വളരെ കുറച്ച് 40 വർഷം മുൻപുള്ളൊരു കഥയാണ്. അപ്പോൾ ഉസ് ज़माने की रीति है, इसलिए वह नहीं तो श्यामनाथ का सोच कुछ ऐसा है, चीफ को अगर इम्प्रेस करे, चीफ के सामने कुछ अच्छाई करे, नहीं चीफ के सामने कुछ आकर्षणपूर्वक व्यवहार करे तो मेरा तरक्की आसानी से हो जाएगा. ശ്യാംനാഥ് വിചാരവും കുറച്ച് എന്തെങ്കിലും ഇപ്പം ശ്യാംനാഥിന് തൻ്റെ എഫിഷ്യൻസിയിലെ കാര്യങ്ങളിലൊക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ ഓക്കെ, എനിക്ക് തർക്കി കിട്ടുമല്ലോ, പ്രൊമോഷൻ കിട്ടുമല്ലോ എന്ന് ചിന്തിക്കണ്ടേ. ശ്യാംനാഥിന് വെച്ചാൽ വളരെ നമ്മുടെ ചീഫിനൊന്ന് ഇംപ്രസ് ചെയ്യിക്കണം. इसलिए चीफ को दावत के लिए बुलाया गया. മനസ്സിലാവുന്നുണ്ടോ? इसे उनकी तैयारी में है. श्यामनाथ और पत्नी घर बार सजाया, फिर എന്താ പറയുക, നമ്മുടെ ടേബിളും ചെയറും വീടും മുഴുവൻ അലങ്കരിച്ചു. നൈ കർട്ടൻ, നൈ കുർസി, നൈ ഗുൽദസ്തെ, പൂച്ചെണ്ടുകളൊക്കെ വാങ്ങി. പിന്നെ മേസ്ബോഷ് മാനെ നമ്മുടെ മേശവിരി. നമ്മളിപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരു ഗസ്റ്റ് വരികയാണെന്നല്ലോ, നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഗസ്റ്റ്. അപ്പം എന്ത് ചെയ്യും,
നമ്മൾ വീട്ടിലുള്ള ഏറ്റവും നല്ല സാധനങ്ങളെല്ലാം എടുത്ത് ഒരുക്കി വയ്ക്കുക, വീടൊന്ന് നല്ല വൃത്തിയാക്കിയിരിക്കുന്ന വീടാണെന്ന് വെച്ചാൽ നമ്മളെല്ലാം കൂടെ ഒന്നുകൂടെ ആ ഒരു ഗസ്റ്റിനെ വരവേൽക്കാനായിട്ട് നമ്മളൊരു തയ്യാറെടുപ്പ് നടത്തില്ലേ. ഉസ്കെ സമാൻ ഫിർ മാമൂലി ഗസ്റ്റ് നഹീ ഹെ, ആണോ, മാമൂലി അതിഥി ആണോ, चीफ है, अपने ऑफिस के अपने कार्यालय का चीफ है, इसलिए तैयारियों में कुछ अधिक ध्यान नहीं तो अधिक सावधान रखता है श्यामनाथ और पत्नी. तो एல்லாம் तैयार में उन्हें खाना पीने के लिए, उन्हें खाने पीने के लिए कुछ ज़्यादा कुछ अधिक चीज़ें चाहिए, കുറച്ച് വിഭവങ്ങൾ അധികം വേണം. കഴിക്കുന്നതിനായാലും കുടിക്കുന്നതിനായാലും ഇപ്പം എന്തിന് സാധനത്തിനായാലും കുറച്ച് അധികം ഐറ്റംസ് വേണം. ഡിന്നറാണ് വളരെ. അപ്പോൾ चीफ के साथ श्यामनाथ के और बहू के कुछ दोस्तें भी आते हैं और उनके पति और पत्नी भी आते होंगे, बच्चे भी आते होंगे. അപ്പം ഗസ്റ്റുകൾ വരുമ്പോൾ ശ്യാംനാഥും പത്നിയും നമ്മുടെ ചീഫും മാത്രമല്ല ഗസ്റ്റ്, ശ്യാംനാഥിൻ്റെയും വൈഫിൻ്റെയും കുറച്ച് ഫ്രണ്ട്സും പിന്നെ ഓഫീസിലെ കുറച്ച് ആൾക്കാരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നല്ല ലാവിഷായിട്ട് ഡിന്നർ ഒരുക്കണം. അപ്പോൾ അവർക്ക് വീട് കാണുമ്പോൾ തന്നെ ഒരു ഇംപ്രഷൻ ഉണ്ടാവണം എന്നൊക്കെയുള്ള രീതിയിലാണ്. इसके सामने അപ്പോൾ श्यामनाथ और पत्नी सभी तैयारियां कर चुकी हैं, लेकिन उनके सामने एक सवाल, एक समस्या थी, माँ. അമ്മയായിരുന്നു അവരുടെ മുന്നിലുള്ള ഏറ്റവും വലിയ പ്രശ്നം. अब सोचते होंगे कि माँ कैसे समस्या बन जाएगी, नहीं तो माँ के सामने माँ को लेकर इतने परेशान क्यों है श्यामनाथ क्यों इतने चिंतित हैं. ശ്യാംനാഥിന് ഭയങ്കര ടെൻഷൻ. എന്തായിരിക്കും, വെറുതെ കൂട്ടുകാരൊന്ന് ചിന്തിച്ചു നോക്കൂ. मैंने कहा था माँ सीधी साधी गाँव वाली औरत है, वो ज़्यादा पढ़ी लिखी नहीं है, शहरीली सभ्यता के बारे में वे बेखबर हैं, अनजान हैं, नहीं तो नए ज़माने की तौर तरीके रीति रिवाज इसके बारे में सभी वे अनजान रही. ഇപ്പോഴത്തെ പുതിയ തലമുറയുടെ രീതികളും അവരുടെ പെരുമാറ്റ രീതികളും അവരുടെ ചിട്ടവട്ടങ്ങളും ഒക്കെയും അമ്മയ്ക്ക് അറിയില്ല. वो हमेशा पूजा पाठ करके कुछ खा पी कर अपने घर में मात्र रहने वाली औरत है. बाहरी दुनिया के बारे में, बाहरी शहरी दुनिया के बारे में वे बिल्कुल अनजान रही. ഒന്നും അറിയില്ല. അങ്ങനെ പുറത്ത് ഔട്ടിങ്ങിനൊക്കെ പോവുകയോ പുറത്ത് ഒരുപാട് ബന്ധുക്കളുടെ വീട്ടിൽ പോകും അങ്ങനെ പൊതുവേ പറയാമല്ലോ. നിങ്ങൾക്ക് ഇപ്പോൾ സാധാരണ പറയുമല്ലോ പട്ടണത്തിലൊക്കെ താമസിക്കുന്ന ബിസി ഷെഡ്യൂളുടെ ലൈഫിലുള്ള മക്കളുടെയൊക്കെ കാര്യം. അവരവരുടെ ബിസി ആയിരിക്കും. അവർക്ക് ഗെറ്റ് ടുഗദർ ഉണ്ടാവും, പാർട്ടി ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പ്രായമായ അച്ഛനും അമ്മ എന്താണ്, അവർക്ക് കഴിക്കാനുള്ളത് കൊടുക്കും, കുടിക്കാനുള്ളത് കൊടുക്കും. എന്താ വെച്ചാൽ ചിലപ്പോൾ മെഡിസിനോ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ അവർക്ക് പുറം ലോകമായിട്ട് വലിയ കണക്ഷൻ ഉണ്ടാവില്ല. പിന്നെ എപ്പോഴെങ്കിലും പഴയ നാട്ടിലുള്ളതോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ജോലി ചെയ്തപ്പോഴുണ്ടായി പഴയ കൂട്ടുകാരോ അയൽപക്കക്കാരോ ഒക്കെ കാണുമ്പോഴായിരിക്കും അവരുടെ ഏറ്റവും വലിയ സന്തോഷം ഇല്ലേ. അപ്പോൾ അത് വേണം നിങ്ങൾ സങ്കല്പിക്കാനുള്ളത്. ഈ ചീഫിൻ്റെ അപ്പോഴാണ് ആ കഥയുടെ എന്താണ് അതിൻ്റെ ഒരു सीरियसनेस നമുക്ക് മനസ്സിലാവുക. श्यामनाथ इसलिए चिंतित है कि अगर चीफ माँ से मिले तो क्या होगा, चीफ माँ से मिले तो क्या होगा. ഇനിയിപ്പോൾ ചീഫ് എങ്ങാനും അമ്മയെ കണ്ടാലോ എന്ത് പോവും, ഇംപ്രഷൻ പോവില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങളിപ്പോൾ ഇരിക്കുന്നു, നിങ്ങളുടെ അച്ഛനും അമ്മയും ഒക്കെ കൂലിപ്പണിക്കാരുണ്ടാവും. അപ്പോൾ അവരുടെ കാലം നല്ലൊരു ഗതിയിലുണ്ടാവാനല്ലേ അവർ കഷ്ടപ്പെട്ട് നിങ്ങളെ പഠിപ്പിക്കുക. നിങ്ങൾ പഠിച്ചു ഒരു നല്ല നിലയിലായി നല്ലൊരു ജോലിയൊക്കെ നേടി കഴിഞ്ഞു. പക്ഷേ പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ഈ അച്ഛനമ്മയെ മാറ്റാൻ പറ്റുമോ? ഇനി അച്ഛനമ്മയെ ബ്യൂട്ടി പാർലറിലൊക്കെ കൊണ്ടുപോയി മേക്കപ്പൊക്കെ ഇട്ടിട്ട് കൊണ്ടിരുത്താൻ പറ്റുമോ? നമ്മുടെ പാരൻസ് അല്ലേ, അച്ഛനും അമ്മയും നമ്മുടെ തന്നെയല്ലേ. അപ്പം അച്ഛനും അമ്മയും നമ്മൾ ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സൗന്ദര്യമില്ല, നമുക്ക് പഠിപ്പില്ല, നമുക്ക് ബുദ്ധിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കളയുന്നുണ്ടോ? അവർക്ക് നമ്മൾ ആരുടെയെങ്കിലും പിന്നെ പരിചയപ്പെടുത്താൻ നാണക്കേടുണ്ടോ? ചെറുതിലേ നമ്മൾ ഏത് രൂപത്തിലിരുന്നാലും ബുദ്ധിയുണ്ടോ ബുദ്ധിയില്ലേ അല്ലെങ്കിൽ എന്തെങ്കിലും വൈകല്യം എന്തുണ്ടെങ്കിലും കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയുന്നാൽ അച്ഛനമ്മയെ നമ്മൾ അത്ര കെയറോടുകൂടിയല്ലേ നമ്മളെ നോക്കുന്നത്, അത്ര സ്നേഹത്തോടുകൂടി. എന്തെങ്കിലും ഒരു കണ്ണിൽ അല്ല ഒരു യാതൊരുവിധ ഭേദഭാവവും ഇല്ലാതെ. പക്ഷെ നമ്മൾ വലുതാകുമ്പോൾ എന്ത് ചെയ്യും? അതേപടി ഇല്ലെങ്കിൽ അതിനേക്കാൾ ഇരട്ടി നോക്കേണ്ടതാണ്. പക്ഷേ നമ്മൾക്ക് പിന്നെ അവരുടെ സ്റ്റാറ്റസ് സിമ്പലിന് എന്തെങ്കിലും ഒരു മോശം തോന്നിയോ ഒക്കെ ഒരു ഫീല് ഇത് എല്ലാ കാലത്തും ഉണ്ടാവണമാണ്. അപ്പം നിങ്ങൾക്ക് ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളതാണ് പ്രാർത്ഥന. അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ചിലപ്പോൾ കുഞ്ഞുങ്ങൾ ഇപ്പോൾ കേൾക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് അത്ഭുതപ്പെടുന്നുണ്ടാവും.
കുറേ വലുതാവുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ ഉണ്ടാവും, പക്ഷെ ഒരിക്കലും നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ श्यामनाथ इसलिए चिंतित है कि अगर चीफ माँ से मिले तो कुछ परेशानियाँ ज़रूर होगी, क्योंकि माँ अंग्रेज़ी नहीं जानती, ഇംഗ്ലീഷ് അറിയില്ല. ഇംഗ്ലീഷ് ഒരു സ്റ്റാറ്റസ് സിമ്പിളായിട്ടുള്ള കാലമാണ്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലെ മധ്യവർഗീയ परिवार में अंग्रेज़ी बोलना, अंग्रेज़ी संस्कार के अनुसार, अंग्रेज़ी सभ्यता के अनुसार बर्ताव करना, अंग्रेज़ी रीति रिवाज अपनाना, नहीं तो अंग्रेज़ी जीवन शैली में जीना सभी स्टेटस सिंपल मानते थे, नहीं तो मानते हैं अभी. ഇപ്പോൾ ഇംഗ്ലീഷ് അറിയുക, ഇംഗ്ലീഷിൽ സംസാരിക്കുക, ആ ഒരു മോഡേൺ കൾച്ചർ, അതായത് വെസ്റ്റേൺ കൾച്ചർ എന്നുള്ള പറഞ്ഞാൽ പാശ്ചാത്യ സംസ്കാരം, പശ്ചിമി സഭ്യതക്കോ അപ്നാന, പശ്ചിമി സഭ്യത, വെസ്റ്റേൺ കൾച്ചർ സ്വീകരിക്കുക, അതൊക്കെ ഒരു സ്റ്റാറ്റസ് സിമ്പിളായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. श्यामनाथ और पत्नी इसलिए चिंतित थी कि माँ अगर चीफ के सामने पढ़े तो, नहीं तो चीफ अगर माँ से मिले तो कुछ मुश्किल होगी, इसलिए माँ को कहाँ रखें, माँ को कहाँ रखूँ, അമ്മ എങ്ങോട്ട് മാറ്റും എന്നുള്ളതാണ്. വീട് മുഴുവൻ അലങ്കരിച്ചു. ഇപ്പം ഗസ്റ്റ് വരുമ്പോൾ അവരോട് ഇന്ന റൂമിലോട്ടോ അവിടോട്ടോ ഇവിടോട്ടോ പോകാൻ പാടില്ല എന്ന് പറയാൻ പാടില്ല. വളരെ ഫ്രീ ആയിട്ടാണ് നമ്മൾ വീട്ടുകാർ നിൽക്കുന്നത്. എങ്ങോട്ടാ വെച്ചാൽ അവരങ്ങോട്ട് ആ മുറിയിലോട്ട് പോവുക, ടോയ്ലറ്റിൽ പോവുക, എന്താ വെച്ചാൽ ആവാം. മാക്കോ കഹാ രഖേ. फिर श्यामनाथ इसके बारे में श्यामनाथ और पत्नी के बीच वार्तालाप हो रहे हैं. इसी बीच श्यामनाथ पत्नी की कुछ शिकायत कर रहे हैं, क्योंकि श्यामनाथ अब कह रहे हैं कि पत्नी ही माँ को यहाँ रखने में उन्हें मजबूर किया था, नहीं तो माँ को यहाँ रखने को पत्नी ही कहा था. माँ अपने भाई के साथ चलने वाले थे, माँ अपने भाई के साथ चलने वाली थी, लेकिन पत्नी के कहने पर ही यहाँ रुक गई. വൈഫ് അമ്മ ബ്രദറിൻ്റെ വീട്ടിലോട്ട് പോകാൻ അമ്മ ഇരുന്നതായിരുന്നു, പക്ഷേ വൈഫ് പറഞ്ഞിട്ടാണ് അമ്മ ഇവിടെ നിന്നത്. इसलिए പത്നി സെ ശിക്കായത്ത് കർ രഹേ ഹേ, പത്നിയോട് പരാതി പറയുവാണ്. ക്യോ? നീ കാരണമാണ് അമ്മ ഇവിടെ നിൽക്കരുത്. ഇപ്പം അമ്മ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പം ഇങ്ങനത്തെ വല്ല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നോ, നമുക്ക് വളരെ ഫ്രീ ആയിട്ട് പാർട്ടി നടത്തിക്കൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. പത്നി സഹനഹി സഖി, പത്നിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. പത്നി പറഞ്ഞു, माँ और बेटे के बीच मुझे क्यों ला रही हैं, നിങ്ങൾ അമ്മയുടെ മകൻ്റെ ഇടയിൽ എന്നെ കൊണ്ടുവരേണ്ട കാര്യം ഇല്ല. क्योंकि मैं जानती हूँ माँ हमेशा आपके साथ रहना पसंद करते हैं, माँ हमेशा इस बेटे के साथ रहना पसंद करती है, इसलिए मैं यूँ ही कह रही कि माँ यहाँ रुकिए, आप यहाँ आराम से जी सकती है यहाँ. അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ, നമ്മളിപ്പോൾ ചിലപ്പോൾ എന്താ പറയുക, ഗസ്റ്റുകളോട് പോകാൻ ഇന്ന് തന്നെ പോകേണ്ട കാര്യമുണ്ടോ, നമ്മൾ വെറുതെ ഒരു സന്തോഷ ഭംഗിവാക്ക് ചോദിക്കാറില്ലേ, ഇല്ലെങ്കിൽ എന്തോ എന്നാൽ നമുക്ക് ഇവിടെ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ ഭക്ഷണം അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ടാവും, ഇനിയിപ്പോൾ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും, എന്നാലും നമ്മൾ മര്യാദയുടെ പുറത്തുനിന്ന് ചോദിക്കുമല്ലോ, വരൂ ഇരിക്കൂ ഭക്ഷണം കഴിച്ചിട്ട് പോകാം എന്ന് പറയുന്ന പോലെ ആ ഒരു മര്യാദ ഉള്ളൊരു ഫീൽ ഉണ്ടല്ലോ. അതുപോലെ അമ്മ ബ്രദറിൻ്റെ കൂടെ പോകാൻ ഇറങ്ങിയപ്പോൾ വൈഫ് ചിന്തിച്ചതാണ് എന്താ, ശ്യാംനാഥിൻ അമ്മയ്ക്ക് താല്പര്യം ഈ മകനോടൊപ്പം നിൽക്കുന്നതാണ്, അതുകൊണ്ടെന്താ അമ്മ ഇവിടെ തന്നെ നിന്നോട്ടെ എന്ന്. അപ്പോൾ ഒന്ന് പോകണ്ടെന്നൊന്ന് പറഞ്ഞു നോക്കി, പക്ഷെ പാവ അമ്മ അത് തന്നെ സന്തോഷമായി കരുതി അമ്മ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ്. फिर वे दोनों माँ को अपने बहुत जल्दी ही खाना देकर अपने कमरे में रुकने की निर्देश അല്ലെങ്കിൽ आदेश देने के बारे में सोच लिया. जल्दी ही शाम को അല്ലെങ്കിൽ नहीं तो रात को खाना खिलाकर, नहीं तो खाना माँ से कहना है कि माँ जल्दी से खाना खा ले और फिर जल्दी से अपने कमरे में सो जाने की तैयारी करो, और नहीं तो अपने कमरे में ही आप रुकिए, बाहर मत निकलना है आपको. അമ്മ പുറത്തോട്ട് ഇറങ്ങരുത്, അമ്മ പെട്ടെന്ന് തന്നെ ആഹാരം കഴിച്ചിട്ട് അമ്മയോട് അവിടെ തന്നെ മുറിയിൽ തന്നെ സ്റ്റേ ചെയ്യാൻ പറയാം എന്നുള്ളതായിരുന്നു സംസാരം. फिर वे दोनों എന്താ പറയുക, അതിഥി के बारे में और उनके खान पीन के बारे में
അല്ലെങ്കിൽ चीफ आने पर क्या क्या खिलाएं, उन्हें कैसे, उन्हें कहाँ बिठाएं, नहीं तो इसकी सजावट और अच्छा करने हैं या नहीं, इसके बारे में वे चर्चा करने लगे। फिर जल्दी ही उनके याद में ये आ गया है कि माँ अगर जल्दी सो जाऊं तो वो खराटे करने लगेंगे। खराटे करना माने നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടാവും, എന്താ പറയുക, കൂർക്കം വലിക്കുക. ഈ കൂർക്കം വലിക്കുന്നത് നമുക്കറിയാം, കേൾക്കുമ്പം അരോചകമാണ് ശബ്ദം, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ കൂർക്കം വലി എന്ന് പറയുന്നത് ആ വലിക്കുന്ന ആളുടെ കൺട്രോളിലുള്ള കാര്യമല്ല. ശ്വാസതടസ്സത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടും ആ മൂക്കിൻ്റെ എന്തെങ്കിലും ഒരു പൊസിഷൻ്റെ വ്യത്യാസം കൊണ്ടും അങ്ങനെയൊക്കെ ഒരുപാട് റീസൺസ് ഉണ്ട്. അത് ഉറങ്ങുന്നപ്പോൾ തലയുടെ പൊസിഷനിൽ ഇരിക്കുന്ന വ്യത്യാസം കൊണ്ടൊക്കെ വരാം. അത് അവരുടെ ഉറങ്ങുന്നവരുടെ കൺട്രോളിലല്ല, ഉറങ്ങുന്നവർ അറിയുന്നുമില്ല. ശ്യാംന അമ്മയ്ക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. अगर माँ सो जाने पर उनकी एक खराटे की आवाज़ बाहर आए तो, नहीं तो चीफ और बाकी गेस्ट सुने तो मुश्किल हो जाएगी, है ना, नानकेडाउन. इसीलिए उन्हें और पति पत्नी ने ये तय किया कि माँ को खाना देकर कमरे में ही रुकने की मांग करना है और यह भी कहना है कि सोना नहीं चाहिए. सो मतलब आपको नहीं सोना है. अगर सो जाए तो इस आवाज़ बाहर आएगी. അപ്പം എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം അമ്മയെ പുറത്തിറങ്ങാൻ പാടില്ല, നേരത്തെ ഭക്ഷണം കഴിക്കുക, റൂമിൽ തന്നെ ഇരിക്കുക, പിന്നെയോ എന്നിട്ട് ഒരു നിർദ്ദേശം കൂടെ കൊടുക്കണം, ഉറങ്ങാനേ പാടില്ല എന്ന്. फिर भी ऐसा सोचकर भी श्यामनाथ माँ के पास आया. माँ आप खाना खाइए और अपने कमरे से बाहर मत निकालिए, आपको यहीं रुकना है. चीफ और अन्य अतिथि यहाँ मेहमान यहाँ आने वाले हैं, वो रात 8 बजकर ही आते होंगे और 11-12 बज पार्टी चलती रहेगी. അതായത് ഒരു 10-12 മണി വരെ പാർട്ടി ഉണ്ടാവും. 8 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഗസ്റ്റ് വരും. इसके पहले आप खाना खाकर सो जाइए. नहीं सोना नहीं है, अब आप खाना खाकर कमरे में ही रुकिए, बाहर मत निकालिए, बाहर मत निकलिए. അപ്പോൾ എന്താ പറഞ്ഞു, माँ को माँ शाकाहारी है, आज कुछ नॉन वेज मछली मांस आदि के बहुत अधिक चीज़ों की खाना है. इसलिए അപ്പോൾ അറിയാലോ, നിങ്ങളുടെ വീടുകളിലൊക്കെ പഴയ ആൾക്കാർ മത്സ്യമോ മാംസമോ കഴിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്താണ്, അന്ന് പാചകം ചെയ്യുമ്പോൾ അവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് കഴിക്കാൻ. അപ്പോൾ അതിപ്പോൾ മകനോട് പറയാൻ പറ്റിയില്ല. इसलिए अगर शायद माँ को भोग होंगे, फिर भी माँ यही कहा है कि मुझे आज भूख नहीं है. സാധാ അമ്മമാർക്കാണല്ലോ എന്തോ ഒന്നും വേണ്ട ഇല്ല എന്ന് പറയുന്ന ഒരു പരാതിയില്ലാത്ത ആൾക്കാരാണല്ലോ അമ്മ എന്ന് പറയുന്നൊരു വർഗ്ഗമില്ലേ, ഒരു പരാതിയില്ല. ഇപ്പം വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ഭക്ഷണം കഴിക്കുകയും വീട്ടിലെ ഏറ്റവും ചിലവ് ആവശ്യം ഏറ്റവും കുറവുള്ളതുമായ ഒരു വിഭാഗമാണല്ലേ അമ്മ. അല്ലെങ്കിൽ അമ്മ എനിക്കായിട്ട് സാധനം വാങ്ങുക, എനിക്ക് ഇപ്പം നിങ്ങളൊരു പുത്തൻ ഉടുപ്പെടുക്കുക, അല്ലെങ്കിൽ ഓണത്തിനോ പെരുന്നാളിനോ ക്രിസ്മസിനോ ഒക്കെ ഡ്രസ്സ് എടുക്കുമ്പോൾ ആദ്യം അമ്മയാണ് പോയി എടുക്കുക. ഏറ്റവും ലാസ്റ്റ് ആരെങ്കിലും വാങ്ങി കൊടുത്താൽ വാങ്ങും, അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ഏറ്റവും അവശ്യ സന്ദർഭങ്ങളിൽ മാത്രം എന്തെങ്കിലും ഒന്ന് വേണമെന്ന് പറയുന്ന ഒരു വിഭാഗമാണ് അമ്മ. അപ്പം എന്ത് വേണ്ടല്ലോ, അങ്ങനെ അമ്മയ്ക്ക് വേണ്ടേ എന്ന് ചോദിച്ചുള്ളൂ, അല്ലെങ്കിൽ എന്താ വേണ്ടാഞ്ഞെന്നൊന്നും ചോദിക്കുന്നില്ല. അമ്മ എന്താ കഴിക്കാഞ്ഞ്, അമ്മയ്ക്ക് ഒന്ന് വിശപ്പില്ലേ, അല്ലെങ്കിൽ ഇത്രയും പ്രായം, അതൊന്നും ചോദിക്കുന്നില്ല. മാ കരുതിയാക്കി मुझे आज भूख नहीं है. बेटे को कुछ नहीं लगा ये सुनकर, ഒന്നും തോന്നിയില്ല. जी ज़रूर माँ, अच्छा आप कमरे में ही रुकिए और बाहर मत निकलिए. അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്തു. श्यामनाथ इसके बीच अपनी स्त्री से अंग्रेजी में ही बातें करते हैं. एक बात है, माँ बहू और बेटे के बीच जब वार्तालाप हो रहे हैं तब श्यामनाथ और पत्नी के बीच का वार्तालाप अंग्रेजी में है, ऐसा कहा गया है कहानी में. എന്തുകൊണ്ടായിരിക്കും? ऐसा क्यों? എന്തായാലും എന്താ പറയുക, അമ്മയാണല്ലോ, അപ്പോൾ അമ്മയുടെ ശല്യത്തെക്കുറിച്ച് അമ്മ ഇങ്ങനെ കാണാൻ പറ്റില്ലല്ലോ, അമ്മ എന്തോ നാണക്കേട് ഉണ്ടാക്കോ, അമ്മയെക്കുറിച്ചുള്ള കുറ്റങ്ങളായിരിക്കില്ലേ പറയുക. श्यामनाथ फिर माँ के रूप नहीं तो वेशभूषा के बारे में चिंतित करने लगे. वो माँ से कहने लगे कि माँ आप क्या पहनेंगे. माँ को कुछ अपनी राय नहीं है,
बेटा मैं क्या पहनूं, ज़रा आप ये सफ़ेद सलवार कमीज पहनिए। फिर आपका जेवर कहाँ है। माँ ने कहा बेटा मेरा जेवर कहाँ, सब तेरे पढ़ाई के लिए खर्च कर चुके हैं, है ना। അപ്പോൾ എന്താണ് ചോദിക്കുക, വൈറ്റ് ഒരു സൽവാർ കമ്മീസ് ഇട്ടോളൂ, പിന്നെ ജേവർ കഹാകെ, ജേവർമാനെ ജേവർ എന്ന് പറഞ്ഞാൽ എന്താ, ആഭരണങ്ങൾ, ഓർണമെൻറ്റ്സ്. അമ്മയ്ക്ക് അപ്പോഴായിരിക്കും ശ്യാമദാസ് ശ്രദ്ധിച്ചത്, അമ്മയ്ക്ക് മാലയും കമ്മലും വളയും ഒന്നും ഇല്ലേ. അപ്പം അമ്മ എന്താ പറയുക, മോനെ അമ്മയ്ക്ക് എവിടുന്ന ആഭരണങ്ങൾ, അമ്മയെല്ലാം തന്നില്ലേ മോനെ പഠിപ്പിച്ച് ഈ നിലയിലാക്കിയതെന്നുള്ളൊരു നോർമൽ ക്വസ്റ്റ്യൻ. ये सुनकर श्यामनाथ को अच्छा नहीं लगा, ये तीर के समान उनके दिल को छू लिया. ऐसा क्यों? ഇടയ്ക്കിടയ്ക്ക് ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണമല്ലോ അല്ലേ. മാ ഇസ്ലിയേ ഹി കഹി ദിയാ, കാരണം അമ്മ ഒരിക്കലും കണക്ക് പറയില്ലല്ലോ, നിനക്ക് വേണ്ടി ഇത്ര ചിലവാക്കുന്നു. മാ ऐसे यूं ही कहा कि मेरे पास जेवर नहीं है, मेरे पास माला या कंगन नहीं है, മാലയോ കമ്മലോ വളയോ ഒന്നുമില്ല. मुझे क्या था, मेरे पास जो भी था वो सब तेरे लिए, तेरे पढ़ाई के लिए, तेरे भविष्य के लिए खर्च कर चुके हैं. एक യാഥാർത്ഥ്യം എപ്പോഴും കൈപ്പേറിയതാണെന്ന് നമ്മൾ പറയില്ലേ. ये सच्चाई सुनकर श्यामनाथ को कुछ अच्छा नहीं लगा और दिल में एक तरह का भाव नहीं तो दिल में छूने का, दिल में एक खाव का अनुभव महसूस करने लगा. फिर श्यामनाथ और पत्नी के बीच फिर भी बातें हो रहे हैं और माँ को एक कमरे में माँ को कमरे से बाहर न निकालने के आदेश देकर कमरा बंद करके श्यामनाथ और पत्नी बाहर आते हैं. അപ്പോൾ ഇതുവരെയുള്ള കഥ മനസ്സിലായോ? നമ്മളിപ്പോൾ എവിടെ നിൽക്കണേ ഒന്ന് കഥ മനസ്സിലൂടെ ഒന്ന് കണ്ടു നോക്കൂ. ശ്യാംനാഥും അമ്മയും വൈഫും ചീഫിനെ പ്രതീക്ഷിക്കുകയാണ്. വീട് മുഴുവൻ നല്ലോണം അലങ്കരിച്ചു, എല്ലാ തയ്യാറെടുപ്പുകളും വിഭവങ്ങളും ഒക്കെയും തയ്യാറാക്കി. अब श्यामनाथ और पत्नी को कोई चिंता नहीं है, सिर्फ एक ही चिंता थी माँ के बारे में. माँ और चीफ के साथ मुलाकात अगर हो तो क्या होगा. अब और इसके लिए भी एक समाधान वे ढूंढ निकाला और माँ को न सोने के आदेश देकर कमरे में ही रहने को कहा. फिर दोनों अपने तैयारी में दावत के लिए, पार्टी के लिए साज श्रृंगार करने के लिए गए. ഒരുങ്ങി അവർ റെഡി ആവണ്ടേ, ഫ്രഷ് ആവണ്ടേ, എല്ലാവരും റെഡി ആവാനുള്ള തയ്യാറെടുപ്പ്. അപ്പോൾ അമ്മയെ മുറിക്കകത്താക്കി, അമ്മ കഴിച്ചില്ലോ എന്നുള്ളൊരു പ്രശ്നമേ ഇല്ല. അമ്മയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞതേ അവർക്ക് പിന്നെ അതൊരു കെയർ ചെയ്യുന്നേ ഇല്ല. അപ്പോൾ അമ്മയുടെ ഒരു രൂപം ആലോചിച്ച് നോക്കുക, ബൂട്ടി മാഹേ, പിന്നെയോ സഫേദ് ബാൽ എന്നൊക്കെ പറയുന്നുണ്ട്, മുടിയൊക്കെ നിറച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ 80 വയസ്സായ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഡൈ അടിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പം അങ്ങനെയൊന്നുമില്ല. एक बूढ़ी सीधी साधी गाँव वाली एक निरीह माँ, और सिर्फ माँ की बेटे की उन्नति मात्र चाहते हैं, बेटे बहू के स्वस्थ जीवन, स्वच्छ जीवन, नहीं तो उनकी भलाई उन्नति मात्र चाहकर पूजा पाठ करके रहने वाली माँ. उसके बारे में मात्र बेटे के भविष्य के बारे में मात्र सोचने वाली एक माँ है. सभी माँ ऐसी ही है, अपने बच्चों की सुंदर भविष्य नहीं तो उनके उन्नति की मात्र कामना करती हैं. और പിന്നെയോ മക്കൾ ഇങ്ങോട്ട് എന്ത് ചെയ്താലും അമ്മമാരൊന്നും അതൊന്നും ഓർത്ത് വെക്കാറില്ല. ഹമേശ वो बेटे की खुशी में नहीं तो बच्चों की खुशी में अपनी खुशी देखती हैं. സ്വന്തം സന്തോഷം കാണുന്ന ഒരമ്മയാണ്. അപ്പോൾ आप लिखने की कोशिश कीजिए अपने अध्यापक और दोस्तों से चर्चा करके माँ के बारे में, माँ की विशेषता के बारे में, माँ का चरित्र चित्रण, माँ के चरित्र इस कहानी में कैसा है. आगे भी हमें कहानी पढ़ना है. कहानी ख़त्म नहीं हुई है, कഥ തീർന്നിട്ടില്ല, നമുക്ക് കഥ പഠിക്കണം ഇനി മുന്നോട്ട്. लेकिन आज सिर्फ इतना है. आप लिखने की कोशिश कीजिए कि माँ का चरित्र चित्रण, അമ്മ എങ്ങനെയൊക്കെ, അമ്മയുടെ സ്വഭാവം എല്ലാ അമ്മമാരുടെ ഏകദേശം ഒരുപോലെ സ്വഭാവമാണ്. इसलिए ज़्यादा मुश्किल नहीं होगा आपको, है ना. आप
सिर्फ लिखने की कोशिश कीजिए कि മാ का ചരിത്ര ചിത്രം. അപ്പോൾ ഇത്രയും കേട്ടിട്ട് മാത്രം അപ്പം മുന്നോട്ടും എന്തായിരിക്കും, അപ്പോൾ അമ്മയുടെ സ്വഭാവം ഒന്നും മാറാൻ പോണില്ല, മാറാൻ പറ്റുമോ? आप सिर्फ कोशिश कीजिए. अगले कक्षा में हम देखेंगे कि कहानी की बाकी भाग और माँ और बेटे, चीफ और घर के वातावरण सबके बारे में हम अगले कक्षा में देखेंगे. आज हम यही समाप्त कर रही हूँ. स्वस्थ और ठीक से रखिए और अच्छे बच्चों, धन्यवाद.